ശ്രീമദ് ഭാഗവതം ക്ലാസ് 121. നമ്മളിന്ന് നോക്കുന്നത് സ്കന്ധം 6 രണ്ടാമത്തെ അധ്യായമാണ്. ഇത് നാമമഹത്വ നിരൂപണമാണ്. കഴിഞ്ഞേല് നമ്മൾ കണ്ടത് അജാമിളാൻ എന്നൊരു ബ്രാഹ്മണൻ ഒരു പാപം ചെയ്തു, പാപിയായി. അപ്പോൾ മരിക്കാൻ നേരത്ത് അദ്ദേഹത്തെ യമകിങ്കരന്മാർ വന്നിട്ട് കഴുത്തിന് കയറിട്ട് കൊണ്ടുപോകാൻ പോകുമ്പോൾ അദ്ദേഹം നാരായണ എന്നൊന്ന് വിളിച്ചിരുന്നു. മോനെയാണ് വിളിച്ചത്. എന്നാലും വിഷ്ണു ഭക്തന്മാർ ഓടി വന്നിട്ട്, വിഷ്ണുവിൻ്റെ ആൾക്കാർ, വിഷ്ണു ദൂതന്മാരെന്നോ എന്തോ പറയാം, അവർ വന്നിട്ട് അതിനെ തടഞ്ഞു. ഇത് ചോദിച്ചു, എന്ത് കാരണത്താലാണ് ഇവനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്? അപ്പോൾ യമകിങ്കരന്മാർ അതിന് കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിനുള്ള മറുപടിയാണിതിൽ. എന്താണ് പറയുന്നത് നോക്കാം. ഒന്നിൽ ശുഗൻ പറയുകയാണ്, നീതിജ്ഞാനികളായ അവർ, വിഷ്ണുവിൻ്റെ ആൾക്കാർ നീതിയിലെ ദൂതന്മാരെ നീതിയിലെ ജ്ഞാനികളാണ്. കാരണം ശരി തെറ്റ് ഏതാണെന്നെല്ലാം തിരിച്ചറിയാൻ കഴിയുള്ള ഏറ്റവും പാണ്ഡിത്യമുള്ളവരാണ് അവർ. അതുകൊണ്ട് അവർ പറയുകയാണ്, 2 ദൃഷ്ടിയിൽ ധർമ്മം ചെയ്ത ഇത്തരം ആൾക്കാരെ അവരുടെ നേരെ ഭരണാധികാരികൾ, യമകിങ്കരന്മാരുടെ ജോലി തന്നെയാണ് അധർമ്മികളെ പിടിച്ച് നരകത്തിൽ കൊണ്ട് പീഡിപ്പിക്കരുത്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ അധർമ്മം സ്പർശിക്കുന്നുവല്ലോ. ഇവർ ചെയ്യുന്നത് അധർമ്മമാണ്, ഇയാളെ കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത്. അതിനുള്ള കാരണമാണ് ഇനി പറയുന്നത്. ഇവർ പാപമൊന്നും ചെയ്തിട്ടില്ല, ആര്? അജാമിളൻ. അതുകൊണ്ട് തന്നെ ശിക്ഷക്ക് അർഹനുമല്ല. പിന്നെ അവരെ ദണ്ഡനത്തിന് വിധേയരാക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ പാപമാണ്. പിന്നെ 3 പറയാണ്, ജനങ്ങൾക്ക് പിതൃതുല്യരാണ് ഇവർ. ജനങ്ങൾ കാണുന്ന ഇവരെല്ലാം മഹാന്മാരായിട്ടാണ്. ഹിതൗഷികളും സമഭാവനയുള്ളവരെല്ലാവരെയും ഒരുപോലെ കാണുന്ന വ്യക്തികളാണ് ആര്? ഇവർ, ഇദ്ദേഹം. അങ്ങനെ ആൾക്കാരെ ശിക്ഷിക്കുകയാണെങ്കിൽ ജനങ്ങൾ പിന്നെ ആരെയാണ് ശരണം പ്രാപിക്കുക? അപ്പം അവരെ കണ്ണിൽ ഇവരെല്ലാം നീതിമാന്മാരാണ്. അങ്ങനെയുള്ളവരാണ് യമകിങ്കരന്മാർ വന്നിട്ട് കൊണ്ട് ശിക്ഷിക്കുന്നത്. അപ്പോൾ അവർക്കെന്ത് തോന്നും? പിന്നെ ആരോടാണ് ഇനി പറയേണ്ടത് എന്ന് തോന്നും. അപ്പോൾ അത് ശരിയല്ല. പിന്നെ 4 പറയാണ്, ശ്രേഷ്ഠന്മാർ ചെയ്യുന്നതിന് മറ്റുള്ളവരും അനുകരിക്കണം. ശ്രേഷ്ഠമായ ആൾക്കാർ ചെയ്യുന്നതിന് മറ്റുള്ളവർ അനുകരിക്കും. ഇപ്പം ശ്രേഷ്ഠന്മാരെന്ന് പറഞ്ഞാൽ നീതി നടപ്പാക്കേണ്ടവർ. ഇവിടെ യമകിങ്കരന്മാർ ഇങ്ങനെ ഈ തെറ്റ് ചെയ്യാത്തവനെല്ലാം കൊണ്ടുപോയിട്ട് ശിക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജനം വിചാരിക്കും തെറ്റ് ചെയ്യാത്തവരെയാണ് ശിക്ഷിക്കേണ്ടത്, തെറ്റ് ചെയ്തവരെ വിടണമെന്നല്ല. അത് നാട്ടുകടപ്പാണ്. അങ്ങ് പോട്ട് തെറ്റ് ചെയ്യാത്തവരെ പിടിച്ച് ശിക്ഷിക്കും. ഇങ്ങനെയെല്ലാം ജനം ചിന്തിച്ചു പോകും. അവരത് പ്രമാണമാക്കും. പിന്നെ തെറ്റ് ചെയ്യാത്ത ആൾക്കാരെ ഒന്നും ആരെയും ശിക്ഷിക്കുക, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. ആ ഭാഗത്താണ് ശരി. തെറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഭാഗത്താണ് ധർമ്മമുള്ളത് എന്നല്ല. കാരണം ധർമ്മം മാറിയും മറിഞ്ഞു ഇരിക്കും. പണ്ട് ഗോത്രകാലഘട്ടത്തിൽ ധർമ്മമായിരിക്കുന്ന ഇന്നത്തെ കാലം ധർമ്മമാണോ? അധർമ്മമാണ്. നമ്മൾ ഇന്ന് തന്നെ ചെയ്യുന്ന ഒരു പ്രവൃത്തി ധർമ്മമാണെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ ആ കാലഘട്ടത്തിന് അധർമ്മമായി മാറിയേക്കാം. അതുകൊണ്ട് ജനം വിചാരിക്കും ഈ യമകിങ്കരന്മാർ ചെയ്തതാണ് ശരി, അതുകൊണ്ട് അവരത് പ്രമാണമാക്കും. അപ്പോൾ അധർമ്മികളെ ആയിരിക്കും അവർ ശിക്ഷിക്കുന്നത് ശരിയായിട്ട് കാണും. പിന്നെ ബഹുജനം അത് പിന്തുടരാനും തുടങ്ങും. ഇതെല്ലാം ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നെ ബഹുജനങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങുക. പിന്നെ 5 6 പറയാണ്, ബഹുജനം വെറും മൃഗം പോലെ ധർമാധർമ്മങ്ങൾ അറിയാതെ, ബഹുജനം അവർക്ക് ധർമാധർമ്മങ്ങളെ പറ്റി ഒന്നും അറിയില്ല. അവർ ചില ആൾക്കാരുടെ മടിയിൽ
ഏതൊരുവന്റെ മടിത്തട്ടിലാണോ മനസമാധാനത്തോടെ തലവെച്ച് നിദ്ര കൊള്ളുന്നത്, അതായത് ഇപ്പോൾ വിഷ്ണുവിൻ്റെ മടിത്തട്ടിലാണ് ആശ്രയിച്ചാണ് സാധാരണ ജനങ്ങൾ ധർമ്മവും അധർമ്മവും ഒന്നും അറിയാത്തത് വിഷ്ണുവിൻ്റെ മടിത്തട്ടിൽ വിഷ്ണുവിനെ ആശ്രയിച്ച് കഴിയുന്നവരാണെന്ന് ചിന്തിച്ചു നോക്കൂ. അവരെ സംബന്ധിച്ചിടത്തോളം അവരിലാണ് വിശ്വാസമുള്ളത്. അപ്പം വിഷ്ണുവിൽ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വിഷ്ണു ചെയ്യുന്നതാണ് ശരി. അല്ലെങ്കിൽ ചില ആൾക്കാർ ഈ ബ്രാഹ്മണൻ്റെ അജാമിളൻ്റെ മടിത്തട്ടിലായിരിക്കാം ചിലപ്പോൾ അവരെ ആശ്രയിച്ച് കഴിയുന്നത്, അവരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്. അങ്ങനെ ഒരാളെ ജനങ്ങൾ വിശ്വാസം അർപ്പിച്ച് ഒരാളെ ആശ്രയിക്കുമ്പോൾ, പ്രധാനമായിട്ട് വിഷ്ണുവിനെ തന്നെ, വിഷ്ണുവിനെ ആശ്രയിച്ച് ജനങ്ങൾ ആ മടിത്തട്ടിൽ കിടക്കുമ്പോൾ വിശ്വാസയോഗ്യത, കാരുണികൻ എന്നെല്ലാമാണ് അവനിൽ കാണുന്ന ഗുണങ്ങൾ. അദ്ദേഹവുമായിട്ട് നല്ല സുഹൃഭാവത്തിലിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ മനുഷ്യർ ദ്രോഹിച്ചുകൂടാ. ഇപ്പം വിഷ്ണുവിനെ തന്നെ ആരാധിച്ചിട്ട് വിഷ്ണുവിൽ വിശ്വാസം അർപ്പിച്ചിട്ട് പോകുന്ന ജനങ്ങളുണ്ട്. അപ്പം അവരെന്താ ചിന്തിക്കുക? യമരാജൻ ചെയ്യുന്നത് വേറെ തെറ്റാണ് ചെയ്യുന്നത്. യമരാജൻ്റെ കിങ്കരന്മാർ ചെയ്യുന്ന തെറ്റാണ്. അതിൻ്റെ അനുസരിച്ച് ശിക്ഷ വരുമ്പോൾ വിഷ്ണു എന്താ ഇതെല്ലാം നോക്കിയിരിക്കുന്ന? വിഷ്ണു ആണല്ലോ ഇവിടെ പരിപാലനം എല്ലാം നടത്തേണ്ടത്. ഇപ്പം ജനത്തിന് ധർമ്മവും അധർമ്മവും ഒന്നും അറിയുന്ന ആൾക്കാരല്ല, അവരൊരു വിശ്വാസം അർപ്പിക്കുകയാണ്. അവരുടെ വിശ്വാസം ചിലപ്പം ഈ വിഷ്ണുവിലായിരിക്കാം. ഇപ്പോൾ നാളെ യമരാജൻ കയറിയിട്ട് വിഷ്ണുവിനെ ആശ്രയിച്ച് കഴിയുന്ന ആൾക്കാരിൽ ചിന്തയുണ്ടാക്കിയാണ് ഞാൻ ചെയ്യുന്നതാണ് ശരി, ഇതുവരെ അവർ ധരിച്ചിരിക്കുന്നതെല്ലാം തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവരെന്താണ് ചെയ്യുക? ആ വിശ്വാസം തകർന്നു പോവുകയാണ്. അപ്പം അതൊന്നും സംഭവിക്കാൻ പാടില്ല. അപ്പം വിഷ്ണുവിനാണ് സംരക്ഷണത്തിൻ്റെ ചുമതല. ഇപ്പോൾ ജനത്തിൻ്റെ വീക്ഷണത്തിലും ഈ ബ്രാഹ്മണൻ ചെയ്തത് തെറ്റൊന്നും ആയിട്ടല്ല, അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ്. കാരണം സമൂഹത്തിലുള്ള ഉന്നത വ്യക്തികളാണ്. നേരത്തെ തന്നെ പറഞ്ഞു, സമൂഹത്തിൻ്റെ ഉന്നത വ്യക്തികൾ എന്താണോ ചെയ്യുന്നത് അതിലാണ് ജനം വിശ്വാസം അർപ്പിച്ചു പോകുന്നത്. അപ്പം സമൂഹത്തിലുള്ള ഉന്നത വ്യക്തികൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം അതിൽ വിശ്വാസം അർപ്പിക്കുന്നവരെ അതാണ് ശരിയായിട്ട് എടുക്കുക. അതുകൊണ്ടാണ് ഗോത്ര കാലഘട്ടത്തിൽ അക്കാലത്തെ രാജാക്കന്മാർ പറയുന്നത് ധർമ്മമായിട്ട് അവർ കാണുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെ പറ്റൂല, ചിന്തിക്കില്ല. ഇന്നത്തെ കാലം ജനം അതൊന്നും അംഗീകരിക്കില്ല. അതുകൊണ്ട് ജനത്തിനൊരു വിശ്വാസം, അത് ധർമ്മമോ അധർമ്മമോ ഒന്നും നോക്കിയിട്ടില്ല. അവർ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ മുകളിലുള്ള ആൾക്കാർ, സമൂഹത്തിൽ ഉന്നത നിലയിലുള്ള ആൾക്കാർ എന്താണോ ചെയ്യുന്നത് അത് നോക്കിയിട്ടാണ് അവർ വിശ്വാസം അർപ്പിക്കുന്നത്. അപ്പം ഇവിടെ ഈ വിഷ്ണുവിൻ്റെ ദൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഇയാൾ നീതിമാനാണ്. അപ്പം ഇയാളിൽ ജനം വിശ്വാസം അർപ്പിക്കുന്നുണ്ടെങ്കിൽ ഇയാളെ പിടിച്ചിട്ട് ശിക്ഷിക്കുകയാണെങ്കിൽ ജനത്തിന് എന്താ ഇനി ചെയ്യേണ്ടത്? നാളെ ആരെയാ വിശ്വസിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരും. അതൊന്നും സംഭവിച്ച് കൂടാ. കാരണം ഇവരെ വാദത്തിൽ ഇങ്ങേര് നല്ല യോഗ്യനാണ്, ജനങ്ങൾക്ക് വിശ്വാസം അർപ്പിക്കാൻ പറ്റിയ നല്ലൊരു വ്യക്തിയാണ് ആര്? അജാമിളൻ. പക്ഷെ യമകിങ്കരന്മാരുടെ മനസ്സിലാണ് ഇദ്ദേഹം നരകത്തെ പോണ്ടവനാണെന്നുള്ളത്. അപ്പം ജനം വിശ്വസിക്കുന്നത് നല്ല ആൾക്കാരായിട്ട് അവർ കാണുന്നവരെയാണ്, വിശിഷ്ട വ്യക്തികളെയാണ്. ആ ഒരു അർത്ഥത്തിലും എടുക്കാം. അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ മടിത്തട്ടിൽ ആശ്രയിച്ച് എല്ലാവരും വിഷ്ണുവിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം വിഷ്ണു നല്ലൊരു ആളാണ്, കാരണം ഉയർന്ന സ്ഥാനത്തുള്ള വ്യക്തിയാണ്. അവരെ ശിക്ഷിക്കുമ്പോൾ യമകിങ്കരന്മാർ കൊണ്ട് നരകത്തിലിടുമ്പോൾ ഈ വിഷ്ണുവിൻ്റെ ആൾക്കാർ പോലും
വിഷ്ണു അടക്കം നോക്കിയിരിക്കുന്നതിന് സമാനമാണ്. അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇവൻ കോടി ജന്മങ്ങളിൽ പാപം ചെയ്തവനാണെന്ന് എന്നെ ചിന്തിച്ചോളൂ. ചെയ്തവനാണെങ്കിലും ഇവൻ പ്രായശ്ചിത്തം ചെയ്തിട്ടുണ്ട്. ഇവനെന്ത് പ്രായശ്ചിത്തം ചെയ്ത്? മകനെ വിളിച്ചു. മകന്റെ പേര് നാരായണനായിപ്പോയി എന്നേ ഉള്ളൂ. മകനെ വിളിച്ചു. അത് പ്രായശ്ചിത്തമായിട്ട് വരുന്നതാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. കാരണം അവൻ ശ്രീഹരിയുടെ നാമം ഉച്ചരിക്കുക കാരണം പാപമോക്ഷം നേടി. അവൻ ശ്രീഹരിയുടെ നാമം ഉച്ചരിച്ചു. ശ്രീഹരിയുടെ നാമം പറഞ്ഞാൽ മാത്രം മതി, പാപം മോക്ഷം നേടി. അപ്പം പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ പാപമോക്ഷം നേടാൻ വേണ്ടിയിട്ട് വിഷ്ണുവിനെ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. കാരണം വിഷ്ണു ആണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. പിന്നെ അതിൽ വേറെ പാപമില്ല. പക്ഷെ പുരാണ കഥകൾ ഉദ്ദേശിക്കുന്ന എന്താണ്? ശരിയും തെറ്റുകളെല്ലാം വിസ്തരിച്ചു കൊടുക്കുക. ഇവിടെ നടക്കുന്നതെല്ലാം വിഷ്ണു അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. നമ്മളെല്ലാം അതിൻ്റെ ഒരു കരുക്കൾ മാത്രമാണ്. അതുകൊണ്ട് പാപമൊന്നും യഥാർത്ഥത്തിലില്ല. പക്ഷെ അതേസമയം ജനങ്ങൾ കഥയിലൂടെ ആശയമല്ലേ കൊടുക്കുക. കുട്ടികളെല്ലാം നന്നാൻ വേണ്ടിയിട്ടല്ലേ കഥകൾ പറഞ്ഞു കൊടുത്തി പറയുന്നത്. അപ്പം വലിയവരും ഇവിടെ തന്നെ പറയുന്നുണ്ട് ജനത്തിന് വലിയ ധർമ്മത്തെ പറ്റിയൊന്നും അറിയില്ല. അപ്പം അവർക്ക് നല്ല നിലയിൽ പോകാൻ വേണ്ടിയിട്ട് അല്പം പേടി കൊടുക്കുകയാണെങ്കിൽ കിടക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങ് ഉപദേശ രൂപത്തിൽ പറയുന്നതേ ഉള്ളൂ നരകമുണ്ട് എന്ന്. എന്നിട്ട് പറഞ്ഞും കൊടുത്തിട്ടുണ്ട് എന്ത്? ഒന്ന് നാരായണനെ എന്ന് വിളിച്ചേച്ചാൽ മതി, പാപമെല്ലാം തീർന്നു. ഇവിടെ മകനെയാണ് വിളിച്ച, പേര് മാത്രമേ നാരായണനുള്ളൂ. അപ്പം അത്രയും വലിയൊരു സൗകര്യം ഇവിടെ ചെയ്തു കൊടുത്തിരിക്കുക. അത്രയുള്ള പ്രാധാന്യം. യഥാർത്ഥത്തിൽ നരകമൊന്നുമില്ല. പക്ഷെ മനുഷ്യനെന്ത് വേണം? ശരി തെറ്റുകളുണ്ടല്ലോ. മനുഷ്യൻ പെരുമാറുന്നതിനൊരു ശൈലിയുണ്ട്, അത് ചെയ്യണം. ഇന്നേക്കൊന്ന് വെറുതെ കുറച്ച് പേടിപ്പിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ശൈലിയിൽ തന്നെയാണ് ഇത് പോകുന്നത്. എൻ്റെ അടുത്ത് പറയാണ്, 4 അക്ഷരമുള്ള നാരായണൻ വരൂ എന്ന ക്രിയാപ്രദം ചേർത്ത് വിളിച്ചു. നാരായണനോട് വരാനാണ് പറഞ്ഞത്, മകനോട് വരാനാണ് പറഞ്ഞെങ്കിലും ക്രിയയാണ്, വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പിന്നെ നാരായണന് വരാതിരിക്കാൻ പറ്റും. അതിനാൽ നിശ്ചയമായും പാപിയായവന് പാപപരിഹാരമായി. അതുകൊണ്ട് ഇവൻ്റെ പാപലം തീർന്ന്, ഇവൻ്റെ പാപപരിഹാരമായി. നാരായണനെ വിളിച്ചാൽ തന്നെ ധാരാളം മതി എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. എത്ര വലിയ, അതിന് അടുത്തേലും പറയുന്നു 9-10. കട്ടു നടന്നവൻ, മദ്യപാനി, മറ്റുള്ളവരെ ദ്രോഹിച്ചവൻ, ബ്രഹ്മഹത്യ ചെയ്തവൻ, ഗുരുഭക്തിയുമായി വേഴ്ച നടത്തിയവൻ, സ്ത്രീ, രാജാവ്, മാതാപിതാക്കൾ, പശു എന്നിവരെ കൊന്നവൻ, മാതാപിതാക്കളെ എല്ലാം കൊന്നവനായാലും മറ്റും എന്ത് കൊടും പാപം ചെയ്തവനായാലും അവർക്ക് ഭഗവാന്റെ നാമോച്ചാരണം ചെയ്തത് മാത്രമാണ് ശരിയായ പ്രായശ്ചിത്തം. അവർക്കുള്ള ശരിയായ പ്രായശ്ചിത്തം എന്തേ ഉള്ളൂ? ഭഗവാന്റെ നാമം ഉച്ചരിക്കുക. അത് മാത്രം മതി. എത്ര വലിയ പാപിയായാലും. അപ്പം പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഇതൊന്നും നമ്മൾ പാപികളൊന്നുമല്ല. നമ്മളെ ഉള്ളിൽ കൊണ്ട് നമ്മളെ കൊണ്ട് ജയിപ്പിക്കുകയാണെങ്കിൽ പിന്നെ നമുക്കെന്താണ് പാപം? ഒരു പാപവും ഇല്ല. പക്ഷെ അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. മനുഷ്യനപ്പം പിന്നെ എന്തും കാട്ടിക്കൊണ്ട് സ്വയം ഞാനെന്ന ചിന്ത വെച്ച് ചെയ്യുന്നത് പാപം തന്നെയല്ല. അത് ഒഴിവാക്കാനാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ചെയ്യേണ്ട ധർമ്മം നമ്മൾ ചെയ്യുക. നമ്മൾ പട്ടാളക്കാരാണെങ്കിൽ ശത്രു രാജ്യത്തെ യുദ്ധം വരുമ്പോൾ വെടിവെക്കണം എന്ന് പറഞ്ഞാൽ വെടിവെച്ച് കൊള്ളണം. പിന്നെ അവിടെ ധർമ്മം ചിന്തിച്ചിട്ടില്ല. ധർമ്മം എന്ന് പറഞ്ഞാൽ വെടിവെച്ച് കൊല്ലലാണ്. അല്ലാതെ നമ്മളെ ഇഷ്ടത്തിന് ഒരുത്തനോട് ദേഷ്യം ഉണ്ടെങ്കിൽ വെടിവെച്ച് കൊല്ലുന്നത് പാപം തന്നെയാണ്. അത് ഒഴിവാക്കാനാണ് ഇവിടെ പറയുന്നത്. അതൊന്ന് ഈശ്വരൻ്റെ തലയിലിട്ടിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു കളയരുത്. അതുകൊണ്ടൊന്ന് പേടിപ്പിക്കുന്നു. 11 എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, പാപമുള്ളവരെ വേദത്തിൽ പറയുന്ന വ്രതങ്ങളെല്ലാം അനുഷ്ഠിച്ചാൽ പാപപരിഹാര ക്രിയകളുണ്ട് വേദങ്ങളിൽ പറയുന്നത്. ഒരു ഉദാഹരണം ഗംഗയെ പോയി മുങ്ങിയാൽ മതി. അങ്ങനെയുള്ള എന്ത് വ്രതം അനുഷ്ഠിച്ച് നേടായാലും കിട്ടുന്ന പാപമുക്തി നാമോച്ചാരണം കൊണ്ട് നേടുന്നതിന് സമമാവില്ല.
കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഗംഗയിൽ പോയി മുങ്ങിയാൽ മതി. ഞാൻ ഒരു പാപം ചെയ്തു, ഞാൻ ആരോടെങ്കിലും പറയുകയാണ്, അയ്യോ ഞാൻ ഒരു പാപം ചെയ്തു, എന്താ ചെയ്യേണ്ടത്? ആ പോയി ഗംഗയിൽ മുങ്ങിയാൽ മതി എന്ന് പോയി നമ്മൾ ഗംഗയിൽ മുങ്ങിയിട്ട് വരും. പക്ഷെ അതുകൊണ്ട് അതിന് വലിയ ഗുണമില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിന് മനസ്സിനൊരു സമാധാനം കിട്ടുന്നേ ഉള്ളൂ. പക്ഷെ നാമം ഉച്ചരിക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഏതോ ഒരു ശക്തിയുണ്ട് നമ്മളെ നയിക്കുന്നത്, ആ ശക്തിയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ അംഗീകരിക്കുകയാണ്. ഞാനല്ല, അതുവരെ ഞാനെന്ന ചിന്ത, എല്ലാം ഞാനാണ് ചെയ്യുന്നത് എന്ന ചിന്തയാണ്. അപ്പോഴാണ് നമ്മൾ ചെയ്യുന്നതിന് തെറ്റുണ്ടാകുമ്പോൾ നമുക്ക് നമ്മൾ പാപമായിട്ട് തോന്നുന്നത്. എല്ലാം ആ ശക്തിയാണ് എന്ന ചിന്തയുള്ളവനെ, അവനെ നാരായണനെ വിളിക്കൂ. അവനെ സംബന്ധിച്ചിടത്തോളം എല്ലാം നമ്മളെ പ്രവൃത്തികളെല്ലാം അവൻ്റെ കൺട്രോളിലാണ് പോകുന്നത്. അപ്പം പിന്നെ നമുക്ക് കുറ്റമില്ല. ഇപ്പോൾ ഒരു നാടകത്തിൽ അഭിനയിക്കുമ്പോൾ ആ കഥയെ പറഞ്ഞ മാതിരി നമ്മൾ അഭിനയിക്കും, നമുക്ക് കുറ്റമൊന്നുമില്ല. ഞാനെന്ന ചിന്ത വെച്ചിട്ടല്ല അവിടെ അഭിനയിക്കുന്നത്. വില്ലനായിട്ട് അഭിനയിക്കുമ്പോൾ വില്ലനായിട്ട് അഭിനയിക്കും. കാരണം അവർ തീരുമാനിച്ച മാതിരിയാണ്, അല്ലാതെ ഞാൻ എൻ്റേത് എന്ന നിലയിലല്ല. അതുപോലെ എന്തെങ്കിലും പരിഹാരമെല്ലാം ചെയ്യുമ്പോൾ ഇതിൻ്റെ ആ കാര്യം അറിഞ്ഞിട്ടൊന്നുമല്ല, ആ ഗംഗയെ മുങ്ങിയാൽ മതി, തീർന്നു. പക്ഷെ ഇതല്ല, നാരായണനെ വിളിക്കുമ്പോൾ നമ്മൾ അംഗീകരിക്കുകയാണ്, മനസ്സിൽ ഒരു ശക്തി ഉണ്ട്. അല്ലാതെ ഒരു യുക്തിവാദിക്ക് നാരായണനെ വിളിക്കാൻ പറ്റും. അഥവാ വിളിക്കുന്നുണ്ടെങ്കിൽ അയാളൊന്നും മനസ്സിൽ കണ്ടിട്ടുണ്ട്, ആ ഒരു ശക്തി ഉണ്ട് നമ്മൾ. അപ്പോൾ ഞാനെന്ന ചിന്ത ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതാവും. നാരായണനാണ് എല്ലാം ജയിപ്പിക്കുന്നത്, പിന്നെ നമുക്കെന്താ? അപ്പം അതിൽ കിട്ടുന്ന മഹത്വം വേറെ ഒരു പരിഹാരത്തിലും കിട്ടില്ല. വെറുതെ വിളിച്ചാൽ മതി, പക്ഷെ ആ വിശ്വാസം എപ്പോഴും വരും. 12 പ്രായശ്ചിത്തം ചെയ്ത ശേഷം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത ശേഷം വീണ്ടും മനസ്സ് ദുർമാർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ശാശ്വത പരിഹാരമൊന്നും ആവില്ല. നമ്മൾ ഗംഗയിൽ പോയി മുങ്ങുന്നു, തിരിച്ചു വരുന്നു, പിന്നെയും പാപം ചെയ്യുന്നു, പോയി ഗംഗയിൽ മുങ്ങുന്നു, ഇങ്ങനെ ചെയ്തിട്ട് ശാശ്വത പരിഹാരമല്ല. എന്നാൽ ശ്രീഹരിയുടെ നാമോച്ചാരണം എന്ന് പറഞ്ഞാൽ ശാശ്വതമായ പരിഹാരമാണ്. കാരണം അതിലൂടെ അന്ധകരണം ശുദ്ധമാകുന്നു. ശ്രീഹരിയുടെ നാമം ഉച്ചരിക്കുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു ശക്തിയുണ്ട് എന്ന് മനസ്സിൽ ധരിച്ചിട്ടാണ് വിളിക്കുന്നത്. അപ്പം നമ്മളെ നയിക്കുന്ന ഒരു ശക്തിയുണ്ട്, നമ്മളിൽ മുകളിൽ ഒരു ശക്തി നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ആ സത്യം നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് വിളിക്കുന്നത്. അല്ലാതെ ഒരു യുക്തിവാദിക്ക് അത് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റേത് എന്ന കാര്യങ്ങളെല്ലാം അതോടുകൂടി പിന്നോട്ട് പോവുകയാണ്. എല്ലാം ആ ശ്രീശരിയാണ് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു ശക്തിയുണ്ട് എന്ന് വിചാരിച്ചിട്ട് വിളിക്കുമ്പോൾ നമ്മൾ ആ സത്യം മനസ്സിലാക്കുന്നു, നമ്മളെ നയിക്കുന്ന ആ ശക്തി വിശേഷമാണ്. അപ്പം പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം ആ ശക്തിയുടെ അധീനതയിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അഥവാ എന്തെങ്കിലും ഞാൻ എനിക്ക് വേണ്ടി എന്ന നിലയിൽ ചെയ്ത തെറ്റാണെങ്കിൽ അതെനിക്ക് തിരിച്ചറിയാൻ പറ്റും. അതാണ് അന്ധകരണം ശുദ്ധമാവുക. അല്ലാതെ ഞാൻ ചെയ്യാൻ നിർബന്ധിത, ഇപ്പോൾ മിലിറ്ററിയിലെ ശത്രുവിനെ കൊല്ലേണ്ടതാണെങ്കിൽ അത് ശ്രീഹരിയുടെ നിശ്ചയമാണ്. ശത്രു രാജ്യത്തെ യുദ്ധത്തിൽ കൊല്ലേണ്ടത് പ്രകൃതി നിയമമാണ്. അതിൽ എനിക്കൊന്നും തെറ്റൊന്നുമില്ല. നേരമറിച്ച് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വല്ലവരെയും കൊല്ലുകയാണെങ്കിലും അപ്പോൾ നമ്മളത് തിരിച്ചറിയും. അപ്പോൾ അത് ശ്രീഹരിക്ക് ഇവിടെ തലയിൽ വെക്കാൻ പറ്റില്ല. അപ്പം ഞാനെന്ന ചിന്ത വെച്ച് ചെയ്യുന്നതിൽ ആണ് പാപമുള്ളത്. നമ്മളപ്പോൾ നാരായണനെ വിളിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മൾ പ്രായശ്ചിത്തം ചെയ്യുകയാണ്, ഞാനിത് എൻ്റെ നിലയിൽ ചെയ്തു പോയി. അപ്പം അത് തിരിച്ചറിയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ടാണ് അന്ധകരണം ശുദ്ധമാകുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് 13 എന്ന് പറയുന്നു, അതിനാൽ പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞവനെ തെറ്റായ മാർഗത്തിൽ കൊണ്ടുപോകരുത്. അപ്പം അവൻ പ്രായശ്ചിത്തം ചെയ്തതാണ്, എന്നിട്ടും അവനെ നരകത്തിൽ കൊണ്ടിടുകയാണെങ്കിൽ അവൻ ഈ പ്രായശ്ചിത്തത്തിലൊന്നും ഒരു വിശ്വാസം ഇല്ലാതെ ആയി വരും. അപ്പം പ്രായശ്ചിത്തം ചെയ്തവനെ പിന്നെ നരകത്തിൽ കൊണ്ടിടുന്നത് ശരിയല്ല. കാരണം പിന്നെ അതിൽ അവൻ ആ വഴിയിൽ വിശ്വാസമില്ലാതായി പോകും. കാരണം മരണം പ്രാപിച്ചുകൊണ്ട്, ഇവിടെ വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്, മരണം പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവൻ ഹരിനാമം ചൊല്ലിയത്. ഒരാൾ മരിക്കുന്ന സമയം വിളിച്ചു കഴിഞ്ഞാൽ എന്താണോ ചിന്തിക്കുന്നത് അതാണ് സംഭവിക്കുക.
ഇപ്പം മരിക്കുന്ന സമയത്ത് നാരായണനെ വിളിച്ചു കഴിഞ്ഞാൽ ഇവൻ എവിടെയാ പോയി ചേരാൻ പോകുന്നത്? ബ്രഹ്മസാക്ഷാത്കാരം കിട്ടാൻ പോവുകയാണ്. അത് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മസാക്ഷാത്കാരം കിട്ടണമെങ്കിൽ മരിക്കുന്ന സമയത്ത് നാരായണനെ വിളിച്ചാൽ മതി. അപ്പം നേരെ ബ്രഹ്മത്തിൽ കൊണ്ട് എങ്ങ് ചേർത്തോളൂ. അപ്പം എല്ലാ മോക്ഷത്തിനുള്ള പരിഹാരം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ബ്രഹ്മസാക്ഷാത്കാരമാണ്. ഈ ഭൗതിക ലോകങ്ങളെല്ലാം വിട്ടിട്ട് ബ്രഹ്മത്തിൽ പോയി ലയിക്കുക. അതേ ഉള്ള ശാശ്വത. അല്ലാതെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പാപവും പുണ്യമെല്ലാം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അതിൽ നിന്ന് മോശമൊന്നും കിട്ടില്ല, നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പം ഇവൻ നാരായണനെ വിളിക്കുന്നുണ്ട്. ആ തത്വപ്രകാരം അവൻ ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ പോവുകയാണ്. നാരായണനെ വിളിച്ചാൽ പിന്നെ അവിടെയല്ലേ പോവുക? ഇനിയത്തെ ജന്മമൊന്നുമില്ല, നേരെ നാരായണനിലേക്കാണ്. അപ്പം നേരെ നാരായണനിൽ പോയാൽ ബ്രഹ്മസാക്ഷാത്കാരം നേടാം. പിന്നെ അവരെങ്ങനെ ശിക്ഷിക്കുക? ശിക്ഷിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ 14 പറയാണ്, പുത്രാദികളുടെ നാമത്തിലോ പരിഹാസ രൂപത്തിലോ രാസാവിഷ്കാരത്തിലോ എന്തൊക്കെ നാടകത്തിലെല്ലാം അഭിനയിക്കുമ്പോൾ തമാശ രൂപത്തിലല്ലായാലും അവഹേളിക്കുന്ന വിധത്തിലായാലും ശ്രീഹരിയുടെ നാമാച്ചാരണം സർവപാപങ്ങളും അകറ്റുമെന്ന് മഹാന്മാർ പറയുന്നു എന്നവൻ ആരിലോ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അത് ശുദ്ധവും 100% അത് ശരിയല്ല, ആരിലോ പറയുന്നുണ്ട്. എന്നാലും മഹാന്മാർ പറയുന്നൊന്നും പറ്റില്ല. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ശ്രീഹരിയുടെ നാമം പരിഹസിക്കാനാണെങ്കിലും നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ഒരു ശക്തി, നമ്മളെ മുകളിലുള്ള ഒരു ശക്തി ആണ് പറയുന്നത്. നിഷേധിക്കാനാണെങ്കിലും അവൻ്റെ ഉള്ളിലും നമ്മളെ മുകളിലുള്ള ഒരു ശക്തിയായിട്ടാണ് ആ ശ്രീഹരിയെ കാണുന്നത്. അപ്പം ഞാനെന്ന അഹങ്കാരത്തിന് മുകളിൽ അതല്ലേ നിഷേധിക്കുന്ന, താഴെയുള്ളവനെ നിഷേധിക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ നിഷേധിക്കുന്ന അവനെ നിഷേധിച്ച് സംസാരിക്കുക, അവനെ എനിക്ക് കാര്യമല്ല എന്ന് പറയണ്ടെങ്കിൽ അവനെന്തോ കുറച്ച് മുകളിലാണ് എന്നുള്ളൊരു തോന്നൽ അവനിലുണ്ട്. ആ തോന്നലുണ്ടായാൽ തന്നെ മതി. അങ്ങനെ ഒന്നും ഉണ്ടോ എന്നുള്ള തോന്നൽ ജനിച്ചാൽ തന്നെ മതി. പിന്നെ ഗ്രാജുവലായിട്ട് അത് ഉണ്ടായിക്കോളും. അല്ലാതെ ഞാനാണ് ഈ ലോകത്തിലൊന്നും അതിന് മുകളിൽ ഒന്നും ഇല്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. പക്ഷേ പരിഹാസ രൂപത്തിൽ അങ്ങനെയൊന്നും ഈശ്വരനില്ല എന്ന് പറയുകയാണെങ്കിലും അവനും പറയുന്ന വ്യക്തി ഏതാണ്, ഏതോ ഒരു ശക്തിയെ അവൻ്റെ മനസ്സിലും ഉണ്ട്. അവനത് അംഗീകരിക്കുന്നില്ലെങ്കിലും അവൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചിന്തിക്കുന്നവരില്ലേ, ആ ഒരു ശക്തി മുകളിലുണ്ട്. അവനത് നിഷേധിക്കുന്നു. അപ്പം അത്ര ആ നിലയിലെങ്കിലും അവൻ ആ ശക്തിയെ പറ്റി ഓർക്കുകയാണ്. ഇവ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇത്രേ പറഞ്ഞു വരുന്നുള്ളൂ. എല്ലാം ആ ശക്തിയാണ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ ആ ഒരു ചിന്ത നമ്മളിലേക്ക് പോകണം. അത് പരിഹാസ രൂപത്തിലായാലും അവിടെ തന്നെയാണ് മനസ്സ് പോകുന്നത്. ക്രമത്തിൽ അവൻ ആ സത്യം ഉൾക്കൊണ്ടോളും. അതാണ് അർത്ഥം. ഇനി 15 ഉയരത്തിൽ നിന്ന് വീണതോ വഴിയിൽ കാത്തട്ടി വീണതോ ദേഹത്തിൽ മുറിവേറ്റപ്പോഴോ പാമ്പ് മറ്റോ കടിച്ചപ്പോഴോ പനി കൊണ്ട് ഭയങ്കരം കഷ്ടപ്പെടുമ്പോഴോ ശ്രീഹരി എന്ന് പറഞ്ഞു പോയാൽ പിന്നെ അവനെ നരകം ബാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അത്രയെങ്കിലും മതി. ശ്രീഹരി എന്നവൻ ബോധമില്ലാത്ത അവസ്ഥയിലും പറഞ്ഞു പോവുകയാണെന്ന് വെച്ചാൽ ഒരു നല്ലൊരു യുക്തിവാദി. പക്ഷെ എവിടെയോ ഭയങ്കര കഷ്ടത്തിൽ പെട്ടുന്ന ആക്സിഡൻറ്റിലാറ്റം പെട്ടുന്ന സമയത്ത് ശ്രീഹരിയെ എന്ന് വിളിച്ചു പോയാൽ അവൻ്റെ മനസ്സിൽ ഏതോ ഒരു ശക്തി മുകളിലില്ലേ എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞു. യഥാർത്ഥത്തിലൊരു ശക്തിയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. പലവർക്കും അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അറിയാതെയെങ്കിലും ഒന്ന് വിളിച്ചു പോയാലും അവനൊരു ബോധോദയം ഉണ്ടാവുകയാണ്. അത് മതി. ആ ഒരു ശക്തിയാണ് നമ്മളെ നയിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് ഒരു പ്രശ്നമില്ല. കാരണം നമ്മൾ നയിക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്ന് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ എവിടെയും കൊണ്ടുപോയി. നമ്മളിപ്പം പ്ലെയിനിലെല്ലാം പോകുമ്പോൾ നമ്മൾ ചുറ്റുവട്ടമെല്ലാം നോക്കുന്നത് ഒന്നും നോക്കുന്നില്ല, രസത്തിന് നോക്കിയല്ലാതെ. കാരണം അതെല്ലാം പൈലറ്റിലൊരു വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. പൈലറ്റ് കൊണ്ടുപോകുന്നവരെ നമ്മൾ പോയിക്കോളും. അതാണ് വിശ്വാസം. അവന്മാർ ഒരു ശ്രീഹരിയാണ് നമ്മളെ നയിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിന് ശാന്തമാണ്. അതാണ് എന്നെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പഠിച്ചു നോക്കൂ. അതിന് വേണ്ടിയിട്ടാണ് ഇത് ശ്രമിക്കുന്നത്. നമ്മളെ നയിക്കുന്ന ആ ശക്തിയാണ്. നമ്മളെവിടെ എത്തണം, എപ്പം മരിക്കണം എന്നല്ലാതെ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്. ജയിലിൽ കിടക്കണ്ടിട്ട് അതും തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാം തീരുമാനിച്ചിട്ടുണ്ടെന്ന് അങ്ങ് വിശ്വസിച്ച് കഴിഞ്ഞാൽ
നാടകത്തിൽ അഭിനയിക്കുന്ന പോലെ നമുക്ക് ജീവിതം കൊണ്ടുപോകാൻ പറ്റും. നമ്മളെ മനസ്സിന് ഒരു അലട്ടും ഉണ്ടാവില്ല, പ്രശ്നവും ഉണ്ടാവില്ല. അതാണ് ശരിയായ സത്യം. അല്ല ഞാൻ എന്ന് വരുമ്പോൾ ചെയ്യുന്നതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും മനസ്സിൽ ശരി തെറ്റുകളെ അനലൈസ് ചെയ്ത് നമ്മളെ മനസ്സ് എപ്പോഴും സംഘർഷത്തിലാണ് മുന്നോട്ടേക്ക് പോകുക. ഞാനെന്ന ഉത്തരവാദിത്വം ഞാനെന്ന നിലയിൽ ഏറ്റെടുക്കുമ്പോൾ എപ്പോഴും ടെൻഷനായിരിക്കും. പക്ഷേ സത്യം അതൊന്നുമല്ല, കൊണ്ടുപോകുന്ന ആ ശക്തിയാണ്. വെറുതെ നമ്മൾ ഞാനാണ് എന്ന് ധരിച്ചിട്ട് മണ്ടത്തരത്തിൽ അജ്ഞതയിൽ ഈ വേണ്ടാതെ ടെൻഷനും അടിച്ച് നടക്കുകയാണ്. നേരെ മറിച്ച് ആ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫ്രീ ആണ്. അതുകൊണ്ട് അതിനു വേണ്ടി ശ്രമിക്കുക. എന്ത് സംഭവം ഉണ്ടാകുമ്പോൾ ഇത് ഓൾറെഡി തീരുമാനിച്ചതാണ്, ഇതെല്ലാം നാടകത്തിലെ പോലെയാണ്, എത്തേണ്ട അടുത്ത് ആ ശക്തി എത്തിക്കൊച്ചോളും എന്ന് ചിന്തിച്ച് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ടെൻഷനും ജീവിതത്തിൽ ഉണ്ടാവില്ല. ഒരു പാപവും നമ്മുടെ ചിന്തയിൽ വരും. അല്ല ഞാനാണ് എന്ന ചിന്തയിൽ വെച്ചെല്ലാം ചെയ്യുമ്പോൾ, ചെയ്യുന്ന തെറ്റാകുമ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് പറയാൻ തുടങ്ങും, നീ തെറ്റ് ചെയ്തു, തെറ്റ്. പിന്നെ ഒരു മനസമാധാനം ഉറപ്പും കിട്ടാൻ പോകുന്നില്ല. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. അതുകൊണ്ട് പാപവും പുണ്യമൊന്നും ഇല്ല, എല്ലാ ശക്തിയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്കത് പറ്റില്ല. കാരണം നമ്മൾ ചിന്തിക്കുന്നത് നമ്മളാണ് ചെയ്യുന്നത്. അപ്പം പിന്നെ എല്ലാ ഉത്തരവാദിത്തം നമ്മളെ ഏറ്റെടുത്തോളൂ, വേറെ വഴിയൊന്നുമില്ല. പിന്നെ എന്ത് പറയുന്നു, വലിയവയ്ക്ക് വലിയവയും ചെറിയവയ്ക്ക് ചെറിയവയും ആവട്ടമായിട്ട് പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിന് മഹാത്മാര് തരംതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. വലിയനും ചെറുതിയനും നോക്കിയിട്ട് പരിഹാരങ്ങളും എല്ലാം മഹാന്മാർ പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. വലിയ പാപത്തിന് വലിയ പ്രായശ്ചിത്തം, അതായത് വലിയ ആൾ ചെയ്യുന്ന പാപവും ചെറിയ ഒരാൾ, വിവരമില്ലാത്ത ഒരാൾ ചെയ്യുന്ന പാപവും തമ്മിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. അറിയാതെ ചെയ്യുന്നതും അറിഞ്ഞു ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതെല്ലാം മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നേ പറയുന്നുള്ളൂ. പാപമൊന്നുമില്ല. പിന്നെ നേരിട്ട് പറയുന്നില്ല, വല്ലവരും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പം ഇവർക്ക് തന്നെ അറിയാം ഇത് വെറുതെ പാപത്തെപ്പറ്റി നരകത്തെപ്പറ്റി പറഞ്ഞു പിടിപ്പിക്കുകയാണ്. അത് വല്ലവരും പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് പറയുകയാണ്. തപസ്, ദാനം, മന്ത്രം, ജപം മൂലം അന്ധകരണം ശുദ്ധമാവുകയാണെങ്കിൽ പാപം നശിക്കും. എന്നാൽ അധർമ്മത്തിൽ നിന്നുണ്ടായ അതിൻ്റെ സൂക്ഷ്മ സംസ്കാരം നശിക്കില്ല. അപ്പം ഇതെല്ലാം ചെയ്താൽ കുറേ തപം എന്നെല്ലാം പറഞ്ഞ്, ദാനം എന്ന് പറഞ്ഞ് പാപം ചെയ്താൽ ഇന്ന ദാനം ചെയ്താൽ മതി, അത് ഇത് എന്നെല്ലാം പറഞ്ഞിട്ട് കുറച്ച് വേദത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലൂടെ പാപമെല്ലാം മാറി കിട്ടും, മതി. പക്ഷേ സൂക്ഷ്മ സംസ്കാരം നശിക്കില്ല. ഉള്ളിലുള്ള സൂക്ഷ്മമായ, അതായത് ഇതെല്ലാം ആ ശക്തിയാണ് നമ്മളെ കൊണ്ട് ജയിപ്പിക്കുന്നത് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഉണ്ടാകുന്ന ആ മനസമാധാനം ബാക്കിയുള്ള പാപകർമ്മങ്ങൾ കൊണ്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ജ്യോത്സ്യന്മാരുടെ അടുത്ത് ചെന്നിട്ട് പറയും, ഇന്നെല്ലാം ചെയ്തിട്ടുണ്ട്, എൻ്റെ അച്ഛൻ ഇത് ചെയ്യാൻ പറ്റിയില്ല, അത് പറ്റിയില്ല. അപ്പോൾ അവർക്ക് ജ്യോത്സ്യം പറയും, ഇന്ന് ചെയ്യും, മറ്റേ ചടങ്ങ് ചെയ്യുക, അത് ചെയ്യുന്നെല്ലാം പറയും. അതും ചെയ്ത് വന്നിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് പിന്നെയും ജ്യോത്സ്യരുടെ അടുത്ത് വന്നിട്ട് പറയും, ഞാനിതെല്ലാം ചെയ്തിട്ട് പക്ഷെ എന്തോ ഒരു ശരിയാകാതെ. എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്ന പരിഹാരം ചെയ്തു, എന്നിട്ട് എൻ്റെ പ്രശ്നം അച്ഛൻ വൃത്തിയായിട്ടില്ലേ? ഈ ചോദ്യമാണ് ചോദിച്ചുകൊണ്ട് വരിക. അതായത് എന്തുകൊണ്ടാണ്? അതിൽ നിന്ന് മനസ്സിന് ശാന്തത കിട്ടില്ല. കിട്ടണ്ടെങ്കിൽ ഇതെല്ലാം ആ ശക്തിയാണ് ചെയ്യിപ്പിച്ചത്, നടക്കേണ്ട സംഭവമാണ്, അത് നടന്നു. പിന്നെ അതിനകത്ത് നമ്മളെന്ത് ചെയ്യുക? ഈ ഒരു മനസ്ഥിതിയിലേക്ക് വരണം. നമ്മളെല്ലാം എല്ലാ ശക്തിയാണ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഞാനത് ചെയ്യേണ്ട ചെയ്തു, എൻ്റെ ധർമ്മം ഞാൻ ചെയ്തു, ആ ശക്തി തീരുമാനിച്ച മാതിരി എന്ന് ചിന്തിച്ചു നോക്കും. പിന്നെ ഇതിൻ്റെ പിന്നാലെ ഒന്നും ഓടി നടക്കില്ല. അതാണ് സൂക്ഷ്മമായ മാനസികമായ ഉയർന്ന ഒരു നില പ്രാപിക്കുന്നത്. നമ്മളല്ല, നമ്മൾക്ക് മുകളിലൊരു ശക്തിയുണ്ട്, അതാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഈ തത്വം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റേത് എന്ന ചിന്ത തന്നെ ഇല്ലാതെയാകും. പിന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മമെല്ലാം അത് ചെയ്യിക്കുന്നതായിട്ടേ ചെയ്യും, അല്ലാതെ എനിക്ക് വേണ്ടി എന്ന് വെച്ചിട്ട് സ്വാർത്ഥത വെച്ചിട്ട് പിന്നെ വരില്ല മനസ്സിൽ ചെയ്യാൻ. അപ്പം അതിനെ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതേ ഉള്ളൂ പരിഹാരം. അത് നശിക്കണ്ടെങ്കിൽ
ആ ഉള്ളിലുള്ള പിന്നെയും ഉണ്ടാകുന്ന പരിഹാരം ചെയ്താലും നമ്മളെ മനസ്സൊന്ന് പോകാതെ ഒരു പ്രശ്നമുണ്ടല്ലോ, അത് പോകണ്ടെങ്കിൽ ഈ നാമം ജപിക്കുക മാത്രം. ആ നാമം ജപിക്കണ്ടെങ്കിൽ ആ ശക്തി, അങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്നുള്ള തത്വം നമ്മൾ അംഗീകരിക്കുക, അതേ ഉള്ളും വഴി. 18 അറിഞ്ഞോ അറിവില്ലായ്മ മൂലവും ഇച്ഛരിക്കുന്ന നാമജപം അഗ്നിവിറകിനെ എന്ന പോലെ പാപത്തെ നശിപ്പിക്കും. അറിഞ്ഞോ അറിയാതെ തന്നെ നമ്മൾ വിളിച്ചു പോവുകയാണെങ്കിലും അറിയാതെയാണെങ്കിലും നമ്മളെ ഉപബോധ മനസ്സിൽ ഒരു ശക്തി അവിടെ ഉണ്ടല്ലോ എന്നൊരു ചിന്ത വരുന്നുണ്ട്. അല്ലാതെ അറിയാതെ തന്നെ ഒന്നിപ്പറ്റി വിളിക്കില്ലല്ലോ. അറിയാതെ നാരായണ എന്ന് വിളിക്കണ്ടെങ്കിൽ എന്തോ പണ്ടപ്പോ കേട്ട് ഒരു ഉപബോധ മനസ്സിൽ ഒരു ശക്തി ഉണ്ട് മുകളിൽ എന്ന് ആരെല്ലോ പറഞ്ഞു നടക്കുന്നുണ്ട് എന്നൊരു ചിന്ത നമ്മളെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് അറിയാതെ വിളിച്ചു പോകുന്നത്. അത്ര തന്നെ മതി. ആ ശക്തിയിലേക്കാണ് നമ്മളെ അറിയാതെ ചെല്ലുന്നത്. അപ്പം ഞാനെന്ന അഹങ്കാരം ഇല്ലാതാകും. 19 ഇപ്രകാരമുള്ള ശക്തി ഏതുപോലെ എന്നാൽ ശക്തിയുള്ള മരുന്ന് അറിയാതെ കുടിച്ചാലും നമ്മളെ രോഗം മാറും. നമുക്കൊരു രോഗമുണ്ട്, നമ്മളറിയാതെ എന്തോ ഒരു പച്ചക്കറി എടുത്തു തിന്നും. ആ പച്ചക്കറി അതിനുള്ള ദിവ്യ മരുന്നാണെന്ന് വെച്ചോളും. ശക്തിയുള്ള ആ വയറ്റിലെ അസുഖത്തിന് ആ പച്ചക്കറി നല്ലതാണ്. നമുക്കറിയൊന്നുമില്ല. പച്ചക്കറി വാങ്ങിയാൽ ഇന്നിത് വാങ്ങാൻ കഴിച്ചു, രോഗം മാറി. അത് അറിഞ്ഞിട്ടാണോ കഴിച്ചത്? അറിയേണ്ട ആവശ്യമില്ല, മരുന്നിന് ശക്തിയുണ്ട്. അതുപോലെ തന്നെ നാമജപത്തിനും നമ്മൾ അറിഞ്ഞിട്ടും അറിയാതെയാണെങ്കിലും ആ ഒരു ശക്തിയുണ്ട്. ആ നാമം എന്തായാലും നമ്മൾ എവിടെയും കേട്ടതുകൊണ്ടായിരിക്കും ജനിക്കുക. പക്ഷെ നമ്മളത് സ്വീകരിച്ചിട്ടില്ല. മുകളിൽ അങ്ങനെ ഒരു ശക്തിയുണ്ട് നമ്മൾ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ അറിയാതെ വിളിച്ചു പോവുകയാണെങ്കിലും അത് ഉപഭോക്ത മനസ്സിൽ നമ്മൾ കിടക്കുന്നു. ഇനി 20 പറയുകയാണ് ശ്രീശുകൻ. ഇപ്രകാരം വിഷ്ണുഭക്തന്മാരെ പറഞ്ഞപ്പോൾ നാമത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയ യമകിങ്കരന്മാരെന്ത് ചെയ്തു? ആ ബ്രാഹ്മണനെ മോചിപ്പിച്ചു. തുടർന്ന് യമകിങ്കരന്മാർ യമൻ്റെ അടുക്കൽ ചെന്ന് ഉണ്ടായ കാര്യങ്ങളെല്ലാം വിവരിച്ചു. 21 പറയുകയാണ്. അവർ പോയിട്ട് യമൻ്റെ അടുത്ത് പോയിട്ട് അതെല്ലാം പറഞ്ഞു. 22 യമകിങ്കരന്മാരിൽ നിന്ന് മോചനം നേടി ഭയം വിട്ട അജാമിളൻ ബ്രാഹ്മണൻ വിഷ്ണുവിൻ്റെ കിങ്കരന്മാരെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ആ ഒരു ദൂതന്മാരെ വണങ്ങി. കാരണം ഈ സംഭാഷണമെല്ലാം അദ്ദേഹം കേൾക്കുന്നുണ്ടല്ലോ. അപ്പം വിഷ്ണുവിൻ്റെ ദൂതന്മാരെ വണങ്ങി. ആ ബ്രാഹ്മണൻ എന്തോ 23 പറയാൻ ആഗ്രഹിച്ചു കളയുന്ന സമയം ആഗ്രഹിക്കുന്നതായിട്ട് കണ്ടിട്ട് വിഷ്ണുവിൻ്റെ ആൾക്കാർ എന്ത് ചെയ്തു? തിടുക്കത്തിൽ അവിടെ വിട്ടുപോയി കളഞ്ഞു. എന്തോ അവരോട് പറയാൻ ഈ വിഷ്ണു ദൂതന്മാരോട് അജ്മേള ബ്രാഹ്മണൻ പറയാൻ ഉദ്ദേശിച്ചപ്പോൾ തന്നെ ഇത് മനസ്സിലാക്കിയിട്ട് അവർ സ്ഥലം വിട്ട് കളഞ്ഞു. അതിലൊന്നും നിന്നില്ല. 24, 25 യമകിങ്കരന്മാരിൽ നിന്നും വിഷ്ണുവിൻ്റെ ഭക്തന്മാരിൽ നിന്നും വേദോക്തമായ ധർമ്മങ്ങളെ കെട്ടറിഞ്ഞ ഉടനെ ഭഗവാനിൽ ഭക്തി ജനിച്ചവനായി വലിയ പ്രായശ്ചിത്തം ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഇയാൾ കേൾക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോഴാണ് ഇയാൾക്ക് ബോധോദയം ഉണ്ടായ. ഇയാൾ എന്ത് ചെയ്തു? ഉടനെ പ്രായശ്ചിത്തം ചെയ്തു. അദ്ദേഹം പറഞ്ഞു 26 മനസ്സിനെ കീഴടക്കുവാൻ കഴിയാത്തവനായ എനിക്ക് വലിയ ആപത്ത് സംഭവിച്ചു. അപ്പം ഇതാണ് നമ്മൾ യഥാർത്ഥ പ്രായശ്ചിത്തത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിനെ കീഴടക്കി. എനിക്ക് എൻ്റെ മനസ്സിനെ കീഴടക്കാൻ പറ്റിയില്ല, ഞാനെന്തോ തെറ്റ് ചെയ്തു പോയി, വലിയ ആപത്ത് സംഭവിച്ചു. ശൂദ്രദാസിയാൽ എനിക്ക് ജനിച്ച പുത്രന്മാർക്ക് ബ്രാഹ്മണത്വം നഷ്ടപ്പെട്ടു. അയാൾ സംഭവിച്ച ഇപ്പം ഒരു കുട്ടി ജനിക്കുന്നതിൻ്റെ ഗുണങ്ങൾ പിതാവിൻ്റെയും ഭാര്യയുടെയും ജനിതക ഘടന അനുസരിച്ചാണ് ഉണ്ടാകുന്നത് എന്ന സത്യമാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇയാൾ ബുദ്ധിപരമായിട്ട് നല്ലൊരു ചിന്തകനാണ്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ അങ്ങേയറ്റത്ത് മോഡേൺ സയൻസ് തന്നെ പഠിച്ച് ജ്ഞാനം നേടിയവനാണ്. വേദത്തിലൂടെ അത് തന്നെയാണ് പറയുന്നത്. നമ്മളെ ആൾക്കാർക്ക് അതൊന്നും മനസ്സിലായിട്ടാന്ന് വെച്ചിട്ട് അതിൽ കാര്യമില്ല. വേദത്തിൽ പറയുന്ന മാനസിക വശത്തിൻ്റെ എല്ലാം ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇത് സംസാരിക്കുന്നത്. മനഃശാസ്ത്രജ്ഞന്മാരുടെ അങ്ങ് കേന്ദ്രത്തിൽ നിന്നുകൊണ്ടാണ് ഇതെല്ലാം സംസാരിക്കുന്നത് വേദങ്ങൾ. അപ്പം അങ്ങനെയുള്ള ബ്രാഹ്മണൻ
ഒരു വേശ്യസ്ത്രീ എന്ന് പറഞ്ഞാൽ ഭൗതിക സുഖത്തിൻ്റെ പിന്നാലെ പോകുന്ന ഒരു സ്ത്രീ. അവർക്ക് ഭൗതിക നേട്ടങ്ങളിൽ താല്പര്യമുണ്ട്. ഇതിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾ എന്തായിരിക്കും? രണ്ടും കൂടുമ്പോൾ മറ്റേ ഗുണമൊന്നും കിട്ടൂല. അപ്പം കുറേ മക്കളെ അങ്ങ് ജനിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഇയാൾ ചിന്തിച്ച ഇതുകൊണ്ടുണ്ടായ ഒരു ദൂഷ്യവശം. എന്നിട്ടോ രണ്ടാമത്തെ സജ്ജൻ 27 പറയാണ്, സജ്ജനങ്ങൾ എന്നെ, നല്ല ആൾക്കാരെല്ലാം എന്നെ വെറുത്തു. ചീത്ത കാര്യം ചെയ്തവനും വംശത്തിന് കളങ്കം വരുത്തിയവനുമായി എന്നെ പഴിക്കണം, എന്നെ കുറ്റം പറയുകയാണ്. ഇവൻ പ്രായശ്ചിത്തം ചെയ്യുക, ഇങ്ങനെയാണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടത്. കൊച്ചു പെൺകുട്ടിയും പതിവ്രതയുമായ ഭാര്യയെ ഉപേക്ഷിച്ചിട്ടാണ് കള്ളു കുടിക്കുന്ന വ്യഭിചാരിണിയെ വിവാഹം കഴിച്ചത്. ഒരു ഭാര്യ ഉണ്ടായിരുന്നു, അവളെയും കല്യാണം അത് ഒഴിവാക്കിയിട്ടാണ് ഇവളപ്പരം കൂടിയിരിക്കുന്നത്. 28 വയസ്സായവരും നാഥനില്ലാത്തവരും മറ്റ് സഹായങ്ങളില്ലാതെ ക്ലേശിക്കുന്നതുമായ മാതാപിതാക്കളെ നീചനെ പോലെ നിരസ്കരിച്ചു. മാതാപിതാക്കളെല്ലാം അവിടെ ഇരിക്കുന്നത്, അതെല്ലാം മറന്നിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ഭയങ്കര കഷ്ടമായി പോയി. അവരൊന്നും തിരിഞ്ഞു നോക്കാതെയാണ് പിന്നെ ഇവനുള്ള കൂടെ കൂടിയത്. 29 അങ്ങനെയുള്ള ഞാൻ മഹാനരകത്തിൽ പതിക്കും. തീർച്ചയായും ഞാൻ മഹാനരകത്തിൽ തന്നെ പതിക്കണ്ടേയാണ്. അങ്ങ് അവിടെ അന്തകന്മാരുടെ കിങ്കരന്മാർ എന്നെ വളരെയധികം കഷ്ടപ്പെടുത്തുക തന്നെ ചെയ്യും. ഇത് 30 പറയാണ്, ഇവിടെ നടന്നത് സ്വപ്നമാണോ അല്ല യഥാർത്ഥത്തിൽ വല്ല അത്ഭുതവും സംഭവിച്ചാണോ? ഇവനെ ചിന്തിക്കുകയാണ്. കാരണം ബാക്കി എല്ലാവരും കാണാനില്ല. ഇത് സംഭവം കഴിഞ്ഞത് ഇത് സ്വപ്നം കണ്ടെയാണോ അല്ല ഇനി വല്ല അത്ഭുതം ഇവിടെ നടന്നിട്ടുണ്ടോ? യമകിങ്കരന്മാർ എന്നെ പിടിച്ചാലും വലിച്ചു വെക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അവരെല്ലാം എങ്ങോട്ടേക്ക് പോയി? ഒരു പിടിയില്ല. പെട്ടെന്ന് 31 ആ സുന്ദരന്മാരായ 4 മഹാപുരുഷന്മാരെവിടെ? ഒരു 4 പുരുഷന്മാരെ, മഹാന്മാരെ പോലെയുള്ളവരെ കിരീടം വെച്ചാലും ഞാൻ കണ്ടിരുന്നല്ല. അവരെവിടെ പോയി? കയറുകളാൽ ബന്ധിച്ച് ഭൂമിയുടെ അടിയിലേക്ക് കൊണ്ടുപോകുന്ന എന്നെ യാതൊരാളാണ് മോചിപ്പിച്ചത്? കയറെല്ലാം ബന്ധിച്ചിട്ട് അങ്ങ് കൊണ്ടുപോകാൻ പോവുകയാണ് പാതാളത്തിലേക്ക്, ഭൂമിക്കടിയിലേക്ക്. പക്ഷേ അവരിപ്പോൾ എവിടെയാണ് പോയത്? ആരാണ് എന്നെ മോചിപ്പിച്ചത്? 32 എങ്കിലും ഭാഗ്യക്കേട് പിടിച്ച എനിക്ക് ദിവ്യന്മാരുടെ ആ ദർശനം ലഭിച്ചത് പൂർവ്വസ്മരണ കർമ്മങ്ങളുടെ ഫലമാകാം. എന്നാലും ആ ദിവ്യന്മാരുടെ ദർശനം കുറച്ചു നേരത്തേക്കൊക്കെ എനിക്ക് കിട്ടിയതല്ലോ. അത് ഈ കാലഘട്ടത്തിൻ്റെ കർമ്മം കൊണ്ടൊന്നുമല്ല, പൂർവജന്മത്തിലെ കർമ്മം കൊണ്ടാണ്. ആ ഭക്തജനങ്ങളുടെ ദർശനം കൊണ്ട് എൻ്റെ അന്ധകരണം ശുദ്ധമാവുകയാണ്. ഇനി 33 പറയുകയാണ്, അശുദ്ധനും വേശ്യാസ്ത്രീയുടെ ഭർത്താവുമായി എനിക്ക് അത്തരത്തിലുള്ള കാരണം കൊണ്ടല്ലാതെ വേറെ ഇങ്ങനെ ഈ ദിവ്യന്മാരെ കാണാനുള്ള അവസരം കിട്ടാൻ വേറെ ഒരു വഴിയുമില്ല. കഴിഞ്ഞ ജന്മത്തിലെ സുകൃതം തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ സമയത്തിൽ അങ്ങനെ ഒരു നാരായണന്റെ പേര് ഉച്ചരിക്കാൻ തോന്നിയത്. എന്തുകൊണ്ട്? കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത സുകൃതത്തിൻ്റെ ഫലമായിട്ട്. ഞാൻ ഇനി 35 പറയാണ്, ഞാൻ ഇനിയും ആത്മാവിനെ വിഴുങ്ങുന്ന കൂരിട്ടിൽ ആഴ്ത്തപ്പെടാതെ കഴിയുന്ന പ്രകാരത്തിൽ ഇനി ഞാൻ ഈ അന്ധകാരത്തിൽ മനസ്സിനെ ഇങ്ങനെ പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ആ തരത്തിൽ മനുഷ്യൻ മനസ്സ്, ഇന്ദ്രിയങ്ങൾ, പ്രാണവായു എന്നിവയെ അടക്കാൻ പ്രയത്നിക്കുന്നതാണ്. അതുകൊണ്ട് ഇനി ഞാനെന്ത് ചെയ്യും? എൻ്റെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ബ്രീത്തിങ് എക്സസൈസ് എല്ലാം ചെയ്യാൻ പോവുകയാണ്. 36-37 അജ്ഞാനം, കാമം, കർമ്മം എന്നിവയിൽ നിന്ന് ഉടലെടുത്ത സംസാരങ്ങളെ വേർപെടുത്തി കാമത്തുനിന്നും അജ്ഞാനത്തുനിന്നും കർമ്മത്തുനിന്നും ഇനി എല്ലാ കർമ്മവും ഈ ലോകം തന്നെ ഉപേക്ഷിക്കാൻ പോവുകയാണ്. ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള വഴി വേറെ ഒന്നുമില്ല. എല്ലാം ഉപേക്ഷിക്കുക, വേർപെടുത്തി സകല പ്രാണികളുടെ ഗുണം കാംക്ഷിയായി എല്ലാ ലോകത്തിൻ്റെ മുഴുവൻ ഗുണം ചിന്തിച്ചുകൊണ്ട്
മനസ്സൊടുക്കമുള്ളവനായി, സ്നേഹമുള്ളവനായി, കനിവുള്ളവനായി, ആത്മനിഷ്ഠയുള്ളവനായി, ശ്രീരൂപം പൂണ്ട ഈശ്വരമായയിൽ അകപ്പെടാതെ, ശ്രീരൂപം പൂണ്ട ഈശ്വരമായി, ഈശ്വരൻ്റെ മായയാണ് ഈ സ്ത്രീയായിട്ട് വരുന്നത്, അവയായിട്ട് ഒരു ബന്ധമില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരമാണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ സ്ത്രീയായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുക. വേദം പറയും അതിന് വേണ്ടുന്നവർ മതി. കുടുംബങ്ങളെല്ലാം ഉപേക്ഷിക്കുക, എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിച്ചിട്ട് വച്ചു പിടിക്കുക. അതാണ് സന്യാസത്തിലോട്ടുള്ള ബ്രഹ്മ. ഇതെല്ലാം ഉപനിഷത്ത് പറയുന്നതും ഭാഗവതം എല്ലാം ഇത് തന്നെയാണ് പറയുന്നത്. വേറെ ഒരു പരിപാടിയും നടക്കില്ല. ആദ്യം കുടുംബബന്ധം മതിയാക്കി ബൈ ബൈ. ഇതെല്ലാം മിഥ്യ, സ്ത്രീയെല്ലാം മായ ഉണ്ടാക്കി വെച്ച കളികളാണ്. അതാദ്യം ഉപേക്ഷിക്കുക. സ്ത്രീയാണ് മായയാണ്, മായ സ്ത്രീയായിട്ടാണ് വരുന്നത്. മായയിൽ നിന്ന് മുക്തമാണെങ്കിൽ സ്ത്രീയെ ഉപേക്ഷിക്കുക, ധനത്തെ ഉപേക്ഷിക്കുക, എല്ലാ വസ്തുക്കളും ഉപേക്ഷിക്കുക, എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിക്കുക. എന്നിട്ട് സന്യാസം സ്വീകരിച്ചു പോയിക്കൊള്ളുക. ആത്മാവിനെ മോചിപ്പിക്കുക. അങ്ങനെ ആത്മാവിനെ മോചിപ്പിക്കുക. മായയാൽ ഞാൻ കളിമാൻകുട്ടിയെ പോലെ കബളിപ്പിക്കപ്പെട്ടു. ഈ മായ എന്നെ കൊണ്ട് കളിപ്പിച്ചു. 38 സത്യത്തിൽ ബുദ്ധിയുറപ്പിച്ച്. സത്യം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ. ഈശ്വരനാണ് സ്ഥായിയായ സത്യം എന്ന് പറഞ്ഞാൽ നിർഗുണമായ ബ്രഹ്മമാണ്. ആ ബ്രഹ്മമാണ്. ഇടയ്ക്കിങ്ങനെ മണ്ണ് കൊണ്ട് ഒരു കൊട്ടാരം പ്രപഞ്ചം ഉണ്ടാക്കും, പൊളിക്കും. കടപ്പുറത്ത് കുട്ടികൾ മണ്ണിൻ്റെ പിന്നെ ഉണ്ടാക്കും, കളിക്കും, പൊളിക്കും. അതിൻ്റെ ഇടയ്ക്ക് മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് അതിൻ്റെ അകത്ത് പങ്കെടുപ്പിക്കും. മണ്ണ് കൊണ്ട് കെട്ടിടം കെട്ടാൻ. എന്നിട്ട് അവനെ വേറൊരാളെ കൊണ്ട് പൊളിപ്പിക്കും. എന്നിട്ട് എൻ്റേതെന്നുള്ള ദേഹചിന്ത ഒഴിവാക്കി ആദ്യം ചെയ്യണം ഞാൻ എൻ്റേത്, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ കുടുംബം, എൻ്റെ രാഷ്ട്രം, എൻ്റെ ജനം, ഇതെല്ലാം അങ്ങ് ഉപേക്ഷിക്കുക. ജാതി, മതം, എൻ്റെ മതം, എൻ്റെ ജാതി, ഇതെല്ലാം ഉപേക്ഷിച്ചാലേ ആത്മീയതയിലേക്കുള്ള വഴിയുള്ളൂ. ശ്രീഹരിയുടെ നാമത്തിൽ മനസ്സർപ്പിക്കുക. ശ്രീ സുഗൻ പറയുകയാണ്, അങ്ങനെ ഭഗവാന്റെ പാർശ്വതന്മാരുടെ അടുക്കൽ അല്പനേരം സഹവാസിച്ചതുപോലെ. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഭഗവാന്റെ പാർശ്വതന്മാർ എന്നെല്ലാം പറയുമ്പോൾ ഭഗവത് ഭക്തർ, ഉപദേശിക്കുന്നവർ, ആത്മീയത ഉപദേശിക്കുന്നവർ. ഇങ്ങനെ ഉപദേശിക്കുന്നവർ യഥാർത്ഥത്തിലുള്ള ആത്മീയത എന്താണ്? ജീവിതത്തിൻ്റെ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരം തന്നെ. അതിന് വേണ്ടത് എന്താണ്? വെട്ടിത്തുറന്ന് പറയണം. നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിക്കണം. കർമ്മങ്ങൾ, ഈ ലോകവുമായിട്ടുള്ള ബന്ധങ്ങൾ, ജാതി മത ചിന്തകൾ, കുടുംബം, ഞാനെന്ന ചിന്ത, എൻ്റേതെന്ന ചിന്ത എല്ലാം ഉപേക്ഷിച്ചിട്ട് വടക്കോട്ടേക്ക് നടക്കുക. ഉടുതുണി പോലും ആവശ്യമില്ല. ഇങ്ങനെ ഉപദേശിക്കുന്നവരുടെ അടുത്തെത്തിക്കഴിഞ്ഞാൽ എന്തു പറ്റും? ഇങ്ങനെ അല്പനേരം സർവസിച്ചത് മൂലം സംഭവിച്ച വൈരാഗ്യത്തോടെ, അതോടുകൂടി എന്താണ് സംഭവിക്കേണ്ടത്? ആത്മീയ പ്രഭാഷണത്തിലൂടെ വല്ലവരെയും ആത്മീയതയിലേക്ക് നയിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവരിൽ എന്തുണ്ടാക്കണം? വൈരാഗ്യം ഉണ്ടാക്കണം. ഈ ഭൗതിക ലോകത്തോട് വൈരാഗ്യം ഉണ്ടാക്കണം. എല്ലാം വേറെ വഴിയൊന്നുമില്ല. വൈരാഗ്യത്തോടെ അജാമിളൻ എന്ത് ചെയ്തു? സകല ബന്ധങ്ങളും ഉപേക്ഷിച്ച്. അപ്പം ലക്ഷ്യം എങ്ങനെയാണ് ആത്മീയതയിലേക്ക് തിരിക്കേണ്ടത്? അവരിൽ വൈരാഗ്യം. ഒരാൾ വന്ന് നമ്മളടുത്ത് വന്നിട്ട് എനിക്ക് ആത്മീയതയിലേക്ക് പോകണം, ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകണം എന്ന് പറയുമ്പോൾ ശരി, എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ഇത് വിരക്തി വന്ന് ഈ ലോകവുമായിട്ട് നിനക്ക് ഒരു താല്പര്യമുണ്ടാകരുത്, എല്ലാം ഉപേക്ഷിച്ചിട്ട് നീ എന്ത് ചെയ്യണം? പോയിക്കൊള്ളുക. വിരക്തി ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? സകല ബന്ധങ്ങളും ഉപേക്ഷിച്ച് ഹരിദ്വാരത്തിലേക്ക് എത്തി. എന്നിട്ടോ 40 അവിടെ ഇരുപ്പുറപ്പിച്ച് അഷ്ടാംഗയോഗം ശീലിച്ചു. പിന്നെ യോഗയിലൂടെ, ബ്രീത്തിങ് എക്സസൈസിലൂടെ എല്ലാം നാഡികളെയെല്ലാം നിശ്ചലമാക്കുക. നമ്മളെ ശരീരത്തിൻ്റെ കണ്ണും വേണ്ട, കാഴ്ചയും വേണ്ട, ഒന്നും വേണ്ട, എല്ലാത്തെയും ശരീരത്തെ ഇല്ലാതാക്കി കളയുക.
നാഡീനരമ്പുകളുടെ പ്രവർത്തനങ്ങളെ ഇല്ലാതായി കഴിഞ്ഞു. സമസ്ത ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തനം നിയന്ത്രിച്ച എല്ലാ ഇന്ദ്രിയങ്ങളും, എനിക്ക് കാണുകയും വേണ്ട, കേൾക്കുകയും വേണ്ട, ആര് പറയുകയും കേൾക്കേണ്ട, രുചിക്കുകയും വേണ്ട, മണക്കും വേണ്ട, ഒന്നും വേണ്ട, എല്ലാ ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തനത്തെ നിയന്ത്രിച്ച് ആ പരമാത്മാവിൽ മനസ്സിനെ ഉറപ്പിച്ചു. പിന്നെ മനസ്സെപ്പോഴും ആ പരമാത്മാവിൽ മാത്രം. എനിക്ക് കാണുകയും വേണ്ട, കേൾക്കുകയും വേണ്ട, ഇന്ദ്രിയങ്ങളൊന്നും എൻ്റെ വർക്ക് ചെയ്യേണ്ട. അപ്പോൾ ടോട്ടൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തനം നിലക്കും. അപ്പോഴാണ് ബ്രഹ്മത്തിലേക്ക് ലയിക്കുക. 41. ഏകാഗ്ര മനസ്സോടെ ദേഹാദികളെ കീഴടക്കി ജീവാത്മാവിനെ വേർപെടുത്തി ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്ന തരത്തിൽ ലയിപ്പിച്ചു. ശരീരവുമായിട്ടുള്ള ബന്ധം ജീവാത്മാവിനെ വേർപെടുത്തിയിട്ട് മനസ്സ്, ആ ജീവാത്മാവ് പിന്നെ ആക്റ്റീവല്ല, എല്ലാം ആ ബ്രഹ്മത്തിൽ. 42. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻപ് ദർശിച്ച ദിവ്യന്മാർ വരികയും അദ്ദേഹം അവരെ വണങ്ങുകയും ചെയ്തു. അങ്ങനെ ആ മനസ്സങ്ങനെ നിൽക്കുമ്പോൾ മുമ്പ് അദ്ദേഹം കണ്ട ദിവ്യന്മാരാരാണോ ആ 4 പേര് അവരുടെ മുമ്പിൽ മനസ്സിൽ തെളിഞ്ഞു വന്നു. അദ്ദേഹം അവരെ നമസ്കരിച്ചു. എന്നിട്ട് പിന്നെ ആ ശരീരത്തെ ഗംഗാ നദിയിലേക്ക് അങ്ങ് ഒഴുക്കി കളഞ്ഞു. 43. എന്നിട്ട് ആ പാർശ്വതന്മാരുടെ സ്വരൂപത്തെ സ്വീകരിച്ചു. പിന്നെ ആ വന്നിരിക്കുന്ന പാർശ്വതന്മാരെ തന്നെയായി ഇവനും ബ്രഹ്മത്തിൻ്റെ ഒരു വക്താവ്, ആ ശ്രീഹരിയുടെ മഹാവിഷ്ണുവിൻ്റെ ഒരു വക്താവ് രൂപമായിട്ട് മാറിയിട്ട് പിന്നെ അവരോട് കഥയിൽ പറയുകയാണ്, സ്വർണമയമായ വിമാനത്തിലേറി ലക്ഷ്മീപതിയിരിക്കുന്നിടത്തേക്ക് യാത്രയായി. പിന്നെ നേരെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോയി. വിമാനത്തിലാണ് പോയത്. ആത്മാവിൽ എന്തിനാ വിമാനം? വെറുതെ ഇത് കഥയിൽ പൊടിപ്പം തൊങ്ങലും വെച്ച് കുട്ടികൾക്ക് പറഞ്ഞു തരുന്നവർ പറയുന്നതാണ്. അല്ലാതെ ആത്മാവിന് പോകാൻ വിമാനം വേണം. സ്വർണ്ണ വിമാനം എങ്ങനെ അങ്ങോട്ടേക്ക് പോവുക? എന്നാൽ റോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും മനസ്സിലാവും. സ്വർണ്ണ വിമാനത്തിൽ കയറി ഇതെല്ലാം പൊടിപ്പം തൊങ്ങലും വെച്ച് കഥയിൽ ഇങ്ങനെയാണ് പറയുന്നത്. ലക്ഷ്മീപതിയായിരിക്കുന്നിടത്തേക്ക് യാത്രയായി. 45. ഇപ്രകാരം നശിപ്പിക്കപ്പെട്ട ധർമ്മോപാരാധനയോടുകൂടി എല്ലാം ധർമ്മമെല്ലാം നശിച്ച വ്യക്തിയായിരുന്നു. നിന്ദിതമായ മാർഗങ്ങളാൽ കർമ്മങ്ങളാൽ ഭ്രഷ്ടനാക്കപ്പെട്ടവനായി തീത്ത കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് സമൂഹത്തിൽ നിന്നും ഭ്രഷ്ടനാക്കപ്പെട്ട നരകത്തിൽ പതിക്കേണ്ടിയിരുന്ന വേശ്യകളുടെ ഭർത്താവായ അജാമിളൻ ഭഗവാന്റെ ഈ തിരുനാമത്തിലൂടെ പാപമുക്തനായി. ഇത്രയും വലിയ പാപിയായവൻ ഒറ്റ നാമം ജപിച്ചപ്പോൾ ആ ശക്തി ഓർത്തപ്പോൾ തന്നെ പാപമുക്തനായി. 47, 48. ഇത് ഏതൊരാൾ ഈ ചരിത്രം കേൾക്കുകയും, അത് പിന്നെ എപ്പോൾ അവസാനം അത് പറയും, ഈ ചരിത്രം കേൾക്കുകയും ഭക്തിയോടെ ഇടവില്ലാതെ പാരായണം ചെയ്ത് കഴിയുന്നാൽ അവൻ്റെ നരകം, അവൻ പിന്നെ നരകത്തെ പ്രാപിക്കില്ല. അപ്പം ഇത് വെറുതെ ഇരുന്ന് വായിച്ചാലും മതി. വായിക്കുമ്പോഴും നമ്മൾ എവിടത്തേക്കാണ് എത്തുന്നത്? ആ ശ്രീഹരിയിലാണ്. അങ്ങനെ ഒരു ശക്തി വിശേഷമുണ്ട് നമ്മളെ നയിക്കുന്ന. അവൻ വിഷ്ണു ലോകം പ്രാപിക്കും. 49. മകൻ്റെ പേരുദ്ദേശിച്ച് മഹാവിഷ്ണുവിൻ്റെ നാമം മരിക്കുന്ന അവസ്ഥയിൽ പറയുക ചെയ്തത് മൂലം, മകനെ ഉദ്ദേശിച്ചാണെങ്കിലും മഹാവിഷ്ണുവിൻ്റെ നാമമാണ് മരിക്കുന്ന സമയം അജാമിളൻ പറഞ്ഞത്, ഉച്ചരിച്ചത്, പറഞ്ഞു പോയതാണ്. അതുകൊണ്ടെന്ന് പറ്റി ബ്രഹ്മസാക്ഷാത്കാരം നേടി. കാരണം മരിക്കുമ്പോൾ എന്താണോ നമ്മൾ പറയുന്നത്, ചിന്തിക്കുന്ന ആഗ്രഹം സാധിക്കും. ബ്രഹ്മത്തിലേക്ക് നാരായണനെയാണ് വിളിച്ചിരിക്കുന്നത്. നേരെ നാരായണൻ്റെ അടുത്തേക്ക് ബ്രഹ്മസാക്ഷാത്കാരം. പിന്നെ ഭക്തിയോടെ ഉച്ചരിക്കുന്നതിൻ്റെ കാര്യം പറയണം. പിന്നെ ഭക്തിയോടുകൂടി ഒരാൾ മരിക്കുന്ന സമയത്ത് ഉച്ചരിച്ചാൽ പിന്നെ അവൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. അതിനാൽ സംസാര സംബന്ധിയായ പാപത്തെ അകറ്റുവാൻ ഭഗവാന്റെ നാമോച്ചാരണമല്ലാതെ വേറെ മികച്ചതായിട്ടൊന്നുമില്ല എന്ന് 44 പറയുന്നു. അപ്പോൾ എല്ലാ പാപവും ആറ്റാൻ വേണ്ടിയിട്ട് ആ നാമം ഒന്ന് ഉച്ചരിച്ചാൽ മതി. അങ്ങനെ ഒരു ശക്തിയാണ് നമ്മൾ നയിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ മതി. അങ്ങനത്തെ ശക്തിയാണ് നമ്മൾ നയിക്കുന്നുണ്ട്. പിന്നെ എല്ലാ ഉത്തരവാദിത്വവും
അങ്ങേർക്കാണ്. ഇപ്പം ഞാൻ പ്രവർത്തിക്കുന്ന ഒരാൾ വന്നിട്ട് അയാൾ പറയുന്ന അനുസരിച്ചാണ് ഞാനെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ കുറ്റാർക്കാണ്? അങ്ങേർക്കാണ് പ്രധാനം. കോടതി നിയമത്തിൽ അങ്ങനെയല്ല, നമ്മളും കുറ്റക്കാരി തന്നെയാണ്, പ്രേരിപ്പിക്കുന്നവരും. പക്ഷെ ഈ നിയമത്തിൽ അതല്ല. ഈ നിയമത്തിലെ ഫുൾ കൺട്രോൾ റോബോട്ട് മാതിരിയാണ് നമ്മൾ. സാധാരണ ജീവിതത്തിൽ നമുക്ക് ഞാനെന്ന ചിന്ത വെച്ചിട്ടെല്ലാം കുറച്ചെല്ലാം തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ റോബോട്ട് മാതിരിയാണെങ്കിൽ ആ പ്രോഗ്രാം അനുസരിച്ച് അത് പോവുക. പിന്നെ അതിനെ ആരും ശിക്ഷിക്കുകയൊന്നും ഇല്ല.